കേരളം മതനിരപേക്ഷ കേരളമാണ്. എല്ലാവരുടെയും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നിടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കേരള സ്റ്റോറി ഉണ്ടാക്കി കേരളത്തെ അവമതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് സൗമ്യമായി സ്വസ്ഥമായി ജീവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല. അതാണ് സംഘപരിവാരത്തിന്റെ പ്രശ്നം. എസ്.കെ. സജീഷ്, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ബി.ജെ.പിയുടെ പ്രതിനിധിയിലേക്ക് പോയപ്പോൾ 2021 സംഭവം ഇവിടെയും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് കേസെടുത്തിട്ടുണ്ട് സന്യാസിനിമാർക്കെതിരെ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നാണ് ഈ മാധ്യമങ്ങളിലടക്കം അവരെ അക്യൂട്ട് ചെയ്തുകൊണ്ടുള്ള വാർത്ത വരികയും ചെയ്തത്. ഇത് വളരെ ടൈംലി ആയി സംഭവിച്ചൊരു കാര്യമാണ്. ഇവിടെയും ഇത് തന്നെയാണ്, ഇരട്ടത്താപ്പ് ഇവിടെയും ഉണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ വിമർശനം ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ MP-മാർ അവിടെ ചെല്ലുന്നു, അവിടെ അവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത് നീതിയുക്തമല്ല, ന്യായയുക്തമല്ല, ഇത് നമ്മുടെ സംവിധാനത്തിന് തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ കൃത്യമായ ഇടപെടലുകളാണ്. നമ്മുടെ നാട്ടിലുള്ള മലയാളികളായ 2 പേർ അവിടെ അനീതിക്കിരയാകുന്നു എന്ന തോന്നൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ടെങ്കിൽ കൃത്യമായും അവിടെ ചെല്ലേണ്ടതും സഹായഹസ്തം നീട്ടേണ്ടതും അവിടുത്തെ സാഹചര്യം എന്താണെന്ന് തുറന്നു കാണിക്കേണ്ടതുമാണ്. പക്ഷെ നിങ്ങൾക്കെതിരെയും വിരൽ ചൂണ്ടുന്നു ബി.ജെ.പി. ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ് സാഹചര്യം എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ നേരത്തെ ചർച്ചയിൽ തന്നെ പരാമർശിക്കപ്പെട്ടു പോയതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായ TT അവിടെ ആളുകളെ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് തോന്നിയാൽ പോലും അറിയിക്കേണ്ടത് ആരെയാണ്? പോലീസിനെയാണോ അറിയിക്കുന്നത്? RSSൻ്റെ ഒരു ദളമായിട്ടുള്ള ബജ്രംഗ് ദൾ പ്രവർത്തകരെയാണ് അറിയിക്കുന്നത്. അവർ വന്ന് കൂട്ടത്തോടെ ഇവരെ പരസ്യമായ വിചാരണയ്ക്ക് തെരുവിൽ വിധേയമാക്കുകയാണ്. അതിക്രൂരമായ രീതിയിൽ ഇവരോട് പെരുമാറുകയാണ്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ എന്തിനാണ് പോകുന്നതെന്നും അവർ ജോലിക്ക് പോവുകയാണ് എന്നെല്ലാം വ്യക്തമാക്കിയിട്ട് പോലും ഇവരുടെ സമ്മർദ്ദത്തിൻ്റെയും പോലീസ് സ്റ്റേഷനകത്ത് പോലും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാകുന്നു. ഇതൊന്നും മറ്റൊരിടത്തും കാണാൻ കഴിയുന്ന അനുഭവമല്ല. അതിനുശേഷം എന്തെല്ലാം സമീപനമാണ് സ്വീകരിച്ചത്? ഇവർക്കെതിരെ ചുമത്താവുന്ന കുറ്റങ്ങളെല്ലാം ചുമത്തുകയാണ്. 10 വർഷം കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ വരെ ഇവരുടെ മേൽ ചുമത്തുന്നു. ഏറ്റവും ഒടുവിൽ 5 ദിവസം ഇപ്പോൾ അവർ റിമാൻഡിൽ ജയിലിൽ കഴിയുമ്പോൾ അവിടുത്തെ സർക്കാർ സ്വീകരിച്ച സമീപനം എന്താണ്? സർക്കാർ അവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തു. അവിടെ അവസാനിക്കുന്നുണ്ടോ? സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കുന്ന സമയത്ത് ബജ്രംഗ് ദളിന് വേണ്ടി പ്രോസിക്യൂട്ടർക്ക് പുറമെ 5 വക്കീലന്മാർ അവിടെ ഹാജരാകുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു രാജ്യദ്രോഹ പ്രവൃത്തിയാണ്, അതുപോലെ തന്നെ തീവ്രവാദ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇത് NIA നിയമം അനുസരിച്ച് ഇത് അന്വേഷിക്കണം. ഇവിടെ മറ്റു കോടതികളിലേക്കൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. NIA കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങണം എന്ന നിലപാട് സ്വീകരിച്ചു. അതിനോടൊപ്പം തന്നെ അവിടുത്തെ സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ പ്രോസിക്യൂഷനിൽ നിന്നും, അതായത് ബജ്രംഗ് ദൾ അഭിഭാഷകർ ഉന്നയിച്ച കാര്യങ്ങളിൽ മൗനം പാലിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തുകൊണ്ട് NIA കോടതി ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ, തുടർ അന്വേഷണം നടത്തുന്ന രീതിയിൽ, ഒരു രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവർക്ക് ജാമ്യം കൊടുക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല എന്ന് വാദിക്കുന്നത് സർക്കാരിൻ്റെ അഭിഭാഷകനാണ്. അങ്ങനെ വാദിച്ചുകൊണ്ട് ഇവരെ എക്കാലത്തെയും ജയിലിലടക്കാനും ക്രൂരമായ സമീപനം സ്വീകരിക്കാനും എല്ലാമുള്ള രീതിയാണ് അവിടെ ഉണ്ടായത് എന്ന് നാം കണ്ടിട്ടുള്ളതാണ്. ഇത്തരം രീതിയൊന്നും മറ്റൊരിടത്തും കാണാൻ വേണ്ടി കഴിയില്ല. അത്തരം രീതി ഒരിടത്തും കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പരാതിയിൽ ചിലപ്പോൾ കേസുകൾ ഉണ്ടായേക്കാം, അത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളല്ലാതെ ഇവിടെ ഉന്നയിച്ച ഒരു കാര്യങ്ങളും, ഈ തരത്തിലുള്ള ഒരു ചിത്രവും നമ്മുടെ മുന്നിൽ ഓർമ്മയിലോ അല്ലെങ്കിൽ പ്രതിഷേധിക്കാവുന്ന നിലയിലേക്ക് മാറുന്നതോ ആയ ഒരു അനുഭവവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കേരളം മതനിരപേക്ഷ കേരളമാണ്. എല്ലാവരുടെയും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നിടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കേരള സ്റ്റോറി ഉണ്ടാക്കി കേരളത്തെ അവമതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് സൗമ്യമായി സ്വസ്ഥമായി ജീവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല. അതാണ് സംഘപരിവാരത്തിൻ്റെ പ്രശ്നം. ഇവിടെ RSSൻ്റെ വിവിധ ദളങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകണം. ഇതൊരു വല്ലാത്ത രീതിയിലുള്ള സംഘടനയാണ് സംഘപരിവാരം, RSS എന്ന് പറഞ്ഞാൽ. ഓരോന്നിനും ഓരോ പ്രവൃത്തി ചെയ്യാനും ഓരോതായ കൈകളുണ്ടതിന്. അതിൽ രാഷ്ട്രീയം, ഭരണം കൈകാര്യം ചെയ്യാനുള്ള കൈയാണ് BJP എങ്കിൽ മറ്റൊരിടത്ത് ഈ ബജ്രംഗ് ദൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു സംഘമാണ്. അങ്ങനെ ഒരുപാട് മേഖലയിൽ, ഏതെല്ലാം മേഖലയിൽ അവർ ഇടപെടുന്നുണ്ടോ ആ തരത്തിലെല്ലാം അവരുടെ കൈകളുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഇതെല്ലാം അദൃശ്യമായി നിൽക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം, ഏറ്റവും ഒടുവിൽ വിചാരധാരയിൽ ക്രിസ്ത്യാനികളെ ശത്രുവായി പ്രഖ്യാപിച്ചു എന്നത് പറയുന്നത് പഴയ കാര്യമാണ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ നമുക്കറിയാം 2014 RSS വളരെ വ്യക്തമായി അവരുടെ 5 ആഭ്യന്തര ശത്രുക്കളെ അവർ കൃത്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി ഈ രാജ്യത്ത്.
അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഒന്നാമത്തത് മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ മാർക്സിസ്റ്റുകൾ, മിഷണറീസ്, മെറ്റീരിയലിസ്റ്റ്, അതുപോലെ തന്നെ മെക്കാളിസ്റ്റ്. ഇതിൽ മിഷണറികളെയും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ശത്രു പട്ടികയിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിഭാഗങ്ങളെ അവർ എക്കാലത്തും കാണുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ശത്രുത വെച്ചുകൊണ്ടാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. അവർക്ക് അവരുടെ ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. ആ തെറ്റിദ്ധാരണ എങ്ങനെയാണ്? ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. RSSന്റെ ലക്ഷ്യം എന്ത്? ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ ആരെങ്കിലും അവരുടെ കിരീടങ്ങളോ അവരുടെ കേക്കുകളോ അവരുടെ മറ്റു മധുരപലഹാരങ്ങളോ തലോടലുകളോ കൂടച്ചേരലുകളോ കണ്ടുകൊണ്ട് വീണു പോകരുത്. അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും തകർക്കുക എന്ന സംഘപരിവാരത്തിൻ്റെ RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ആ മാർഗത്തിൽ നമ്മൾ വീണുപോയാൽ നമ്മൾ അപകടത്തിൽപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ അത്തരം അപകടത്തിൽപ്പെട്ടവർക്കും RSS എന്ത് എന്ന് മനസ്സിലാക്കാൻ, RSS നിയന്ത്രിക്കുന്ന BJP ഗവൺമെൻറ് എന്തെന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം സഹായകരമായിട്ടുണ്ട്. അത് പൊതുവെ നമ്മുടെ നാടിന് പുതിയ ചിന്തയുണ്ടാക്കാൻ സഹായകരമാകും എന്നതുകൂടി ഇതിൻ്റെ കൂടെ സൂചിപ്പിച്ചു വെക്കുകയാണ്.